നമസ്കാരം. ഞാൻ കേശവനുണ്ണി. സാധാരണ ഞാൻ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയണത്. ഇന്ന് ഞാൻ ഒരു പ്രത്യേക ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ഏറുമാടം ഉണ്ടാക്കി ഞാൻ. ആ ഏറുമാടം ഉണ്ടാക്കിയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നുവെച്ചാൽ, ഞാൻ കോവിഡ് കാലത്ത് ഞാനിവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മകനന്ന് ബാംഗ്ലൂർ TCS വർക്ക് ചെയ്യുക, മൂത്ത മകൻ. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, അച്ഛൻ വെറുതെ ഇരിക്കുകയെന്ന് വെച്ചാൽ വയനാട്ടിലെ മോഡൽ ഒരു ഏറുമാടം ഉണ്ടാക്കി കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം. വയനാട്ടിലെ ഏറുമാടം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ, ഇവിടെ വന്ന് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, സദാനന്ദൻ. അദ്ദേഹത്തിനെയും കൂട്ടിയിട്ട് ഞാൻ ഒരു ഏറുമാടം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചാലക്കുടി ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഈ അമ്പാഴത്തിൻ്റെ കൊമ്പുകളും കരിശിൻ്റെ കൊമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എന്ത് വെച്ചാൽ, അവിടെ നിന്ന് ഒരു പെട്ടി വണ്ടിക്ക് മുറിച്ച് റെഡിയാക്കിയിട്ട് ഒരു പെട്ടി വണ്ടിക്ക്, സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവിടെ, ഞങ്ങളുടെ പണിക്കാരനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു അത് ഒന്ന് വെട്ടിയിട്ട് പെട്ടി വണ്ടിയിൽ കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങോട്ട് കൊടുത്തേച്ചു. അപ്പോൾ കാലുകളായി, ഈ ഏറുമാടത്തിനുള്ള കാലുകളായി. അങ്ങനെ 4 കാല് കുഴിച്ചിട്ട് ഞങ്ങൾ എന്ത് വെച്ചാൽ അതിൻ്റെ പണി ആരംഭിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ, എൻ്റെ അടുത്ത് കുറച്ച് ഏങ്ക്ലെയറും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇരുമ്പിൻ്റെ. പിന്നെ ഒരു പഴയ ഒരു ഇരുമ്പിൻ്റെ കോണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് എന്താ ചെയ്യേണ്ടത്, ചോല വെച്ച് കിട്ടാമെന്നൊക്കെ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ എന്ത് വെച്ചാൽ, എൻ്റെ ഒരു ഏട്ടനുണ്ട് അരിമ്പൂര് ശിവദാസ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ ഷീറ്റുകളൊക്കെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവരൊരു ഷെഡ് കെട്ടിയിരുന്നു, അതിൻ്റെ ഷീറ്റുകളുണ്ടെന്ന് പറഞ്ഞു. അതും ഞാൻ ഒരു വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതും കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ പണി ആരംഭിച്ചു. അങ്ങനെ എന്ത് വെച്ചാൽ, ഈ കാലുകളൊക്കെ കുഴിച്ചിട്ടതിന് ശേഷം അതിനൊരു തട്ടടിക്കണല്ലോ. അത് തട്ടടിക്കാനായിട്ട് ഞങ്ങൾ ആംഗ്ലെയറൊക്കെ വെച്ചൊരു തട്ടടിച്ചു. തട്ടടിച്ച് ശരിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലൊരു ബാംബു ഷീറ്റ് എന്തെങ്കിലും ഇടണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെന്ത് വെച്ചാൽ, ഞാൻ ബാംബു ഷീറ്റ് വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു. എന്നാൽ അതിൻ്റെ വില എനിക്ക് അത്ര ഓർമ്മയില്ല. അത് വാങ്ങി കൊണ്ടുവന്നപ്പോൾ അത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അതിൽ എന്താ വെച്ചാൽ, എൻ്റെ അനിയനുണ്ട് ചന്ദ്രബോസ്, മൂപ്പര് വർക്ക്ഷോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന നല്ല പരിചയമാണ്. അപ്പോൾ ഞാൻ ബോസിനോട് പറഞ്ഞു, എനിക്കതൊന്ന് സ്ക്രൂ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്ക്രൂ ചെയ്തു. അങ്ങനെ അതിൻ്റെ ഇത് ഇരിക്കേണ്ട സ്ഥലമായി. പിന്നെ മോൾ ഭാഗത്തേക്ക് ഈ അമ്പാഴത്തിൻ്റെയും കരിശിൻ്റെയും കൊമ്പും മോൾ ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമേലാണ് ഞങ്ങൾ ആ ഷീറ്റ് എല്ലാം വെച്ച് കെട്ടി ചെയ്തത്. കമ്പി കൊണ്ടും കയറുകൊണ്ടുമായിട്ട് വെച്ച് കെട്ടി ആണ് ചെയ്തത് മുകളിൽ. അങ്ങനെ മോൾ ഭാഗവും റെഡിയായി. പിന്നെ എന്താ വെച്ചാൽ, ഈ ഏറുമാടത്തിൽ നമ്മൾ സാധാരണ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇഴജന്തുക്കൾ, പാമ്പോ എന്തെങ്കിലും ആവാം. അപ്പോൾ അതിനെന്താ ഒരു വഴി, നമ്മൾ ഇരിക്കാത്ത സമയത്തോ ഒഴിഞ്ഞിടക്കുന്ന സമയത്തോ എന്തെങ്കിലും വന്ന് കൂട് കൂട്ടുക, അതൊക്കെ ചെയ്യില്ല, ആകെ ബുദ്ധിമുട്ടാവും. എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എങ്ങനെയോ യൂട്യൂബിൽ എങ്ങനെയോ കണ്ടതാണ് ഒരിക്കൽ, ഈ വെറ്റില പിടിപ്പിച്ച് കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നിങ്ങനെ കേട്ടു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ഏറുമാടത്തിൻ്റെ ചുറ്റും വെറ്റില പിടിപ്പിച്ചു. അതിൽ ആ വെറ്റില പിടിപ്പിച്ച് പിന്നെ സൈഡ് മുഴുവൻ ഓല കൊണ്ട് മറച്ചു. പിന്നെ ചൂടെടുക്കാതിരിക്കാൻ മുകളിൽ എന്ത് വെച്ചാൽ, ഇത് പനമ്പട്ട, തെങ്ങുംപട്ട, പനമ്പട്ട, തെങ്ങുംപട്ടയൊക്കെ ഇട്ടു. പിന്നെ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു വയറ് വലിച്ച് ഒരു പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു പെഡസ്റ്റൽ ഫാൻ അതിൽ ഫിറ്റ് ചെയ്തു. അങ്ങനെ സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാവുന്ന ഒരു സംവിധാനമായി. അധികം ഉയരമൊന്നുമില്ല കേട്ടോ, ഒരു 5 അടി ഉയരേ ഉള്ളൂ ഈ ഏറുമാടത്തിന്. അതിൻ്റെ മുകളിൽ സുഖമായി ഇരിക്കാൻ ഒരു പഴയ ഒരു ഞാൻ സിറ്റ് ഔട്ടിൽ ഇട്ടിരുന്ന ഒരു പഴയ ഒരു ഇരുമ്പിൻ്റെ ചെയർ, അതൊക്കെ ഒന്ന് അതിൻ്റെ കാലൊക്കെ എൻ്റെ അനിയൻ ബോസിനോട് പറഞ്ഞ് വെൽഡ് ചെയ്ത് ശരിയാക്കിയിട്ട് അതും കൊണ്ടുവന്നിട്ടു. അപ്പോൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇതിൽ കയറി ഇരിക്കാറുണ്ട്. ഇതിങ്ങനെ ആ വയനാട്ടിലത്തെ ഒരു ഇത് കണ്ടുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു ആശയമാണ്, എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.